ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ കേൾക്കാനാണ്, അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ. ഈ പാട്ട് പാടാൻ തോന്നി, പാടിയെന്നേ ഉള്ളൂ. അത്ര നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും പാടില്ല കേട്ടോ. പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അതുകൊണ്ട് പാടിയെന്നേ ഉള്ളൂ. കാരണം എൻ്റെ സ്വീറ്റ് മെമ്മറീസിനെ പറ്റിയിട്ടല്ലേ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പാടിയെന്നേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് ഒരുപാട് ലാഗ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ക്ലിയർ ആയിട്ട് നിർത്തിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മകരച്ചൊവ്വയെ പറ്റിയിട്ടല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ വിളപ്പിലാണ് സ്റ്റേജ് കെട്ടുക എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുക. നിങ്ങളെങ്ങനെയാണ് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ? ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കാണണേ. വ്യൂസ് കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയണം, നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് എനിക്ക് വരുത്താനുള്ളത് എന്നാലല്ലേ എനിക്ക് അറിയുള്ളൂ, അങ്ങനെയല്ലേ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്റ്റേജ് കെട്ടുക ഞങ്ങളുടെ വളപ്പിലാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങളുടെ ചെറിയൊരു ഒളിഞ്ഞു നോട്ടം എന്തിനാ തെറ്റായിട്ട് കരുതരുത് കേട്ടോ. ഞങ്ങൾ കുട്ടികളല്ലേ, ലിപ്സ്റ്റിക് ഇടുന്നതും മേക്കപ്പ് ചെയ്യുന്നതും പിന്നെ എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് വരിക നാടകത്തിൽ എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ. എനിക്ക് ഈ നാടകങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾക്ക് സാധാരണ നാടകങ്ങളോടൊക്കെ ഇത്ര ക്രേസ് ഉണ്ടാവുമെന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എൻ്റെ അമ്മ സ്വാധീനിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്, ഡാൻസ് ചെയ്തിരുന്ന ആളാണ്. ഇപ്പം അമ്മയ്ക്ക് വയസ്സായി. അപ്പോൾ ഫോക്ക് ഡാൻസ് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഫോക്ക് ഡാൻസ് നന്നായിട്ട് ചെയ്യും. ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക് എന്ന് കേട്ടിട്ടുണ്ട്. അമ്മയുടെ ഫ്രണ്ട്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഈ സാഹിത്യം, നാടകം, പിന്നെ പാട്ട്, ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ സ്വാധീനിച്ചിട്ടുണ്ടാവാം. എൻ്റെ ക്യാരക്ടറും അങ്ങനെ കേട്ട് അറിഞ്ഞറിഞ്ഞ് സ്വാധീനിച്ചിട്ടുണ്ടാവാമല്ലോ. അപ്പോൾ പിന്നെ പാരമ്പര്യം, ജീനും ഉണ്ടല്ലോ ഒരു മെയിനായിട്ടുള്ള കാര്യം. അപ്പം എനിക്ക് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കട്ട വെയിറ്റിങ്ങിലായിരിക്കും അവരുടെ വാൻ വരാൻ വേണ്ടി. കട്ട വെയിറ്റിംഗ്. കണ്ട കൂട്ടുകാരെ, നമ്മുടെ ഭാഷ മാറുന്നു. ന്യൂജൻ എന്താ പറയുക, എഫക്റ്റ് നമുക്കും മാറി തുടങ്ങി കണ്ടോ. കട്ട വെയിറ്റിങ്ങിലായിരിക്കും വാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ രാംജി റാവു, മാന്നാർമത്തായി ഫിലിം ഒക്കെ കണ്ടിട്ടില്ലേ? സെയിം അതേ ഒരു സിറ്റുവേഷൻ. നിറയെ പേര് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളായിരിക്കാം ഞാൻ ഈ പറയുന്നത്. നിറയെ പേരുടെ ഓർമ്മകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരിക്കാം. എങ്കിലും എൻ്റെ ഓർമ്മകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറയാം. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ വാൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എത്തി, കുറച്ച് ടൈമിനുള്ളിൽ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നാടകം തുടങ്ങുമല്ലോ. അപ്പോൾ എത്ര ആൾക്കാർ, എത്ര ആരാധകരുണ്ടായിരുന്നു ഈ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് എന്നറിയോ? അതിപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അന്യപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇന്ന ട്രൂപ്പിൻ്റെ നാടകമാണ്, ഇന്ന ആക്ടർ ഉണ്ട്, ആക്ട്രസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് കാണാൻ വരും. ട്രൂപ്പുകൾക്ക് പ്രത്യേകം ഒരു ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല ട്രൂപ്പുകളായിരുന്നു ഞങ്ങളുടെ കാവിൽ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. ഒരുപാട് നല്ല നല്ല നാടകങ്ങൾ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ പ്രൊഫഷണൽ നാടകങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞു, വേദികൾ കുറഞ്ഞു, കാലം മാറിയില്ലേ, അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ അന്നത്തെ ആ ഒരു കാലത്ത് ജീവിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ലൈവായിട്ട് എത്ര നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഭയങ്കര എഫേർട്ടാണ് അവരുടെ. കാരണം ചെറിയ പ്രായത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് 1-2 നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയതുകൊണ്ട് എനിക്കറിയാം കൂട്ടുകാരെ അതിൻ്റെ ഒരു എഫേർട്ട്.
കാരണം ലൈവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഡയലോഗ് ബൈ ഹാർട്ടായിട്ട് തെറ്റാൻ പാടില്ല. ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ചെറിയ മിസ്റ്റേക്ക് പോലും പെട്ടെന്ന് റിവീലാകും. കട്ട് ആക്ഷൻ ഒന്നും ഇല്ലല്ലോ, ലൈവായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കറക്റ്റായിട്ടുള്ള കലാകാരന്മാർ തന്നെയാണ് അവർ. എഫ് വർഗീസ് സാറ്, തിലകൻ, രാജൻ പിദേവ്, ഇവരൊക്കെ നാടകത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി, സൗണ്ട് ഒക്കെ കണ്ടിട്ടുണ്ടോ? ആ ഗാംഭീര്യം, അവരുടെ ആ ഒരു കഴിവ്, നാടകത്തിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വന്ന കലാകാരന്മാർക്ക് പ്രത്യേകം ഒരു, അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സീമാജി നായർ, അവരുടെയൊക്കെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസ് സഹിച്ചിട്ടാണ് അവർ നാടകങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താണ്, ലീവ് എന്നൊരു പറയുന്ന കാര്യം എടുക്കാൻ പറ്റില്ല. കാരണം ഇന്നൊരു ക്യാരക്ടർ, ഇന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തേക്ക് അവർ തന്നെയാവും അത് ചെയ്യുന്നുണ്ടാവും അല്ലേ. പെട്ടെന്ന് അവർ മാറുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ എന്ത് വിഷമം വന്നാലും ആ ക്യാരക്ടർ ചെയ്തു തന്നെ ആകണം എന്നുള്ളതാണ്. എത്ര എഫേർട്ട് അവരെടുത്തിട്ടുണ്ടാവും. ഉറക്കക്കുറവ്, ഒരു ദിവസം തന്നെ എത്ര വേദികളിൽ അവർ ചെയ്യണം. അപ്പോൾ അതൊക്കെ എത്ര എഫേർട്ടായിരിക്കും അവരെടുത്തിട്ടുണ്ടാവുക ശരിക്കും പറഞ്ഞാൽ. അതിനൊക്കെ ഉള്ളൊരു റെക്കഗ്നീഷനും അവർക്ക് ആ ഒരു ജനസമ്മതിയൊക്കെ കിട്ടിയോ എന്നുള്ളത്. അന്നത്തെ കാലത്ത് ജനസമ്മതി ഉണ്ടായിരുന്നു, പക്ഷെ പേഴ്സണലായിട്ട് അവർക്ക് അതിനുള്ളൊരു റെക്കഗ്നീഷനൊക്കെ കിട്ടിയോ എന്നുള്ള സംശയമാണ്. അപ്പോൾ ഇവരൊക്കെ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കണ്ട് ഞങ്ങൾ നാടകമൊക്കെ പെട്ടെന്ന് തുടങ്ങും എന്നുള്ള, ആ നാടകം തുടങ്ങുമ്പോഴുള്ള ആ ലൈറ്റ് അണയ്ക്കാനുള്ള ആ അനൗൺസ്മെൻറ്റും ആ ഒരു അവിടെയൊക്കെ ഇരുട്ടാവുന്നതും ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അതൊക്കെ. ഇനിയൊക്കെ അത് ലൈവായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും നാടകങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട്, എന്നാലും അത്രത്തോളം പണ്ടത്തെ മാതിരി അത്രത്തോളം ഇല്ലല്ലോ. ഒരുപാട് നാടകങ്ങൾ അങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം. അതും ഈ കാവിലെ ഉത്സവത്തിൻ്റെ സമയത്ത് കൊടും മഞ്ഞായിരിക്കും. കാരണം മരം കോച്ചും മഞ്ഞ് എന്നാ പറയാം. മകരത്തിലാണ് ഞങ്ങളുടെ ഉത്സവം നടക്കുന്നത്. മരം കോച്ചുന്ന മഞ്ഞാണ്. ആ മഞ്ഞത്ത് പോലും ആൾക്കാർ, തണുപ്പ്, ഭയങ്കര തണുപ്പായിരിക്കും, സഹിക്കാനാവാത്ത തണുപ്പായിരിക്കും. തലയിലൊക്കെ കെട്ടി ആണ് ആൾക്കാർ വരിക. ഇത് ചെവിയൊക്കെ മൂടിയിരുന്ന കുറച്ച് തണുപ്പിന് ആശ്വാസം ഉണ്ടാവുമല്ലോ. ആ തണുപ്പിൽ മഞ്ഞ് വീഴുന്ന ആ ഒരു ഇതിൽ വയലിലിരുന്നിട്ടാണ് ഞങ്ങളിത് കാണുക. പിന്നെ സ്ഥലം പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾക്കൊക്കെ ഈസിയാണ്, തൊട്ടടുത്തല്ലേ. അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ബെഡ്ഷീറ്റ്, അതായത് അധികം യൂസ് ചെയ്യാത്ത, പുതിയതല്ല ഞാൻ പറയുന്നത്, പഴയ ഏതെങ്കിലും തുണി കൊണ്ടുപോയിട്ട് അവിടെ വിരിച്ചിടും പാടത്ത്. അപ്പോൾ അവിടെ സ്ഥലം റിസർവ്ഡ് ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ ആയിരിക്കും ഫസ്റ്റ് സ്ഥലം പിടിക്കുക, കാരണം തൊട്ടടുത്താണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഓർമ്മകൾ. അവിടെ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യമില്ലാതെ 2-3 ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടും. അതാണ് മനുഷ്യൻ്റെ സാമർത്ഥ്യം എന്ന് പറയുന്നത്. എത്ര കിട്ടിയാലും നമുക്ക് ആഗ്രഹം തീരില്ല. അപ്പം അങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്തൊന്നും വേറെ ആൾക്ക് വിരിക്കാനോ ഇരിക്കാനോ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ആ വിരിച്ചിട്ട് എക്സ്ട്രാ സ്ഥലത്ത് നമ്മൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ വന്നാൽ ഇരിക്കാൻ സ്ഥലം കൊടുക്കും കേട്ടോ, അല്ലാതെ ആ ഭാഗം അങ്ങനെ പിടിച്ചു വയ്ക്കൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള രസമുള്ള കാര്യങ്ങൾ. പിന്നെ ആ പൂരപ്പറമ്പ്, ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് സ്റ്റേജ് പൊളിക്കുക. സ്റ്റേജ് പൊളിക്കുക എന്നാണ് കേട്ടോ പറയുക. ഇന്ന് പൊളിക്കുക, അടിച്ച് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു മീനിങ് ആണ്. നമ്മുടെ ന്യൂജൻ പൊളിച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള മീനിങ് ആണ്. അപ്പോൾ പിറ്റേ ദിവസമാണ് പൊളിക്കുക. അതിന് മുന്നേ മേക്കപ്പ് റൂമിൽ ഞങ്ങളുടെ ഒരു പരതലുണ്ട്. എന്തെങ്കിലുമൊക്കെ കിട്ടുമോ, ലിപ്സ്റ്റിക്ക്, റോസ് പൗഡർ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ എടുത്ത് പ്രയോഗിക്കാം എന്നുള്ളൊരു ഇതിലാണ് പരതുന്നത്. അങ്ങനെ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ, ഞങ്ങളത് ഉപയോഗിച്ചിട്ടുമുണ്ട്. വീട്ടുകാരുടെ അടുത്ത് നല്ല ചീത്തയായിരിക്കും. ഉപയോഗിച്ചിട്ട് പുറത്ത് പോകാനൊന്നുമല്ല, നാണാണ്. അന്നൊക്കെ ഒരു ലിപ്സ്റ്റിക്ക് ഇടുക, റോസ് പൗഡർ ഇടുക, അയ്യോ ഭയങ്കര കുറവാണ്, അതിനെ കണ്ടാൽ എന്താ വിചാരിക്കുക. ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾ മേക്കപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതും ഒരു തെറ്റല്ല, കാരണം ജനറേഷൻ മാറുകയാണ്, അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റേജൊക്കെ പൊളിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. കാരണം ആളൊഴിഞ്ഞ പൂരപ്പറമ്പ്, ആകെ ഒരു ശൂന്യതയാണ്. ഒരു മാസമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങൾ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഇയർ ആണത് വരിക. അപ്പോൾ ആകെ ഒരു വിഷമമാണ്. അപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കവറുകൾ, പൊട്ടിയ വളക്കഷ്ണങ്ങൾ, വളക്കച്ചവടക്കാരൊക്കെ ഉണ്ടാവും എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ പൊട്ടിയ വളക്കഷ്ണങ്ങൾ,
പിന്നെ നമ്മൾ സിപ്പപ്പൊക്കെ അന്ന് നല്ലോണം ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്. അപ്പം അതിൻ്റെ കവറുകൾ, പൊട്ടിയ ബലൂണുകൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണാം. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ, കാരണം തൊട്ടടുത്താണല്ലോ വീട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നേരിട്ട് ഇങ്ങനെ കാണുകയാണ്. കച്ചവടക്കാരൊക്കെ ഒഴിവാക്കി അവരുടെ ചെയർ ടേബിൾ എല്ലാം കൊണ്ടുപോകുന്നു, വണ്ടികൾ വരുന്നു. അപ്പം ഒരു മനസ്സിനൊരു പ്രയാസമാണ് സത്യം പറഞ്ഞാൽ. രാത്രി ഈ പ്രൊഫഷണൽ നാടകങ്ങളല്ലാതെ ഞങ്ങളുടെ കലാപരിപാടികൾ, ഞങ്ങൾ വലുതായി വരില്ലേ, അങ്ങനെ ഒരു 6-7 വയസ്സല്ലാതെ ഒരു എന്താ പറയുക, ഒരു 12-13 വയസ്സിലൊക്കെ ഞങ്ങളും ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടോ. നിങ്ങൾക്ക് എത്ര പേര് നിങ്ങൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പൂരപ്പറമ്പുകളിൽ ചെയ്തിട്ടുണ്ട്? ഉത്സവങ്ങൾക്ക് ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ്, ചെറിയ ചെറിയ നാടകങ്ങൾ, സിംഗിൾ ഡാൻസ്. എൻ്റെ സിംഗിൾ ഡാൻസ് സ്ഥിരം ഉണ്ടായിരുന്നു കേട്ടോ. തള്ളല്ല, എന്നെ അറിയുന്നവർ ഇത് കാണുമ്പോൾ അറിയാം. എക്സാമ്പിളായിട്ട് ഉർവശിയുടെ ഒരു പാട്ടില്ലേ, അമ്മയ്ക്കൊരു പൊന്നും കൂടം ആടി വരും, ആ പാട്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ രസമായിരുന്നു, അങ്ങനെയുള്ള ഓർമ്മകൾ. എന്ത് രസമായിരുന്നു. ആ കുട്ടിക്കാലം തിരിച്ചു വരുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇത് രാത്രിയിലത്തെ പ്രോഗ്രാമുകളാണ്. അതല്ലാതെ പകല് നമുക്ക് കാളവേല, നിങ്ങൾ പാലക്കാട് ബോർഡറിലായതുകൊണ്ട് ഞങ്ങൾക്ക് പാലക്കാടൻ സംസ്കാരം, കാളവേലയാണ് അവിടെ മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ ചെണ്ടകൊട്ട്, പഞ്ചവാദ്യം, പിന്നെ കാളീദാരികൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവരുടെ യുദ്ധവും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളൊക്കെ പകലുണ്ടാവും. ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. ഇന്നിപ്പോൾ അത്രത്തോളം വിപുലമായിട്ടല്ല നമ്മുടെ ഒരു മകരച്ചൊവ്വ ഇപ്പോൾ. കാരണം ജനറേഷൻ മാറി, ആൾക്കാർ മാറുന്നു, ടേസ്റ്റ് മാറുന്നു. ഇന്നത്തെ ആൾക്കാർക്ക് ടൈമില്ല, സംഘാടകർ വേണം. നല്ല സംഘാടകരുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂല്ലോ. അപ്പം അതിൻ്റെയൊക്കെ വ്യത്യാസം, ടേസ്റ്റ് മാറുന്നതാണ് മെയിനായിട്ട്. അപ്പോൾ ഇന്നിപ്പം പഞ്ചവാദ്യത്തിന് പകരം ശിങ്കാരിമേളം, അതും രസമാണല്ലേ കേൾക്കാൻ. ശാസ്ത്രീയമായിട്ട് പഞ്ചവാദ്യം എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള കലകളാണ്. ശിങ്കാരിമേളം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്കൊരു ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കലയാണ്. അപ്പോൾ പുതിയ പുതിയ കലകൾ വരുമ്പോൾ നമ്മളതിനെ സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യുക. മാറ്റങ്ങളെ സ്വീകരിക്കാതെ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങളിലും മാറ്റല്ലേ. ഫുഡ്, ഡ്രസ്സിങ് സ്റ്റൈല്, ഭാഷ എല്ലാം മാറി. അപ്പം അതിനനുസരിച്ച് എല്ലാം മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് പറയാനാ. ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ഫീലിംഗ് എന്തായാലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. വ്യൂസ് കുറവാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വിശേഷങ്ങൾ തീർന്നില്ല, ഇനിയും ഒരുപാട് പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.